പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ നാം കാണുന്നത് ബത്ലഹേം എഫാത്ത യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനിവർത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവൻ്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങിവരും. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനായിരിക്കാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അസിറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽകുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ 7 ഇടയന്മാരെയും 8 പ്രഭുക്കന്മാരെയും അണിനിരത്തും. ദൈവം നമ്മുടെ ജീവിതത്തിൽ വസിക്കുമ്പോൾ നമ്മൾക്ക് സമാധാനവും സന്തോഷവും സംരക്ഷണവും ഉണ്ടാകുമെന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾക്ക് ദൈവത്തോടൊപ്പമായിരിക്കാം, ദൈവം പറയുന്നതൊക്കെയും അനുസരിക്കാം. ഇന്നത്തെ 2-ാം വായനയിൽ പൗലോസ് പറയുന്നു, ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുൾ ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. 2-ാമത്തേത് സ്ഥാപിക്കാനായി 1-ാമത്തേത് അവൻ നീക്കിക്കളയുന്നു. ആഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാം. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാം. ദൈവത്തിനും മറ്റുള്ളവർക്കും സേവനം ചെയ്യുവാനും നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് മറിയം എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം യേശുവിനെ വഹിച്ചത് കൊണ്ട് മറിയം പോകുന്ന സ്ഥലങ്ങളിലും കണ്ടുമുട്ടുന്നവരിലും മറിയത്തിന് യേശുവിനെ നൽകാൻ സാധിച്ചു. അവളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും യേശുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും സേവനവും നൽകുക എന്ന ഒരു ലക്ഷ്യത്തോടെ മറിയം എലിസബത്തിൻ്റെ ഭവനത്തിൽ ശുശ്രൂഷാഭരിതയാകുന്നു. മറിയം കർത്താവിൻ്റെ അമ്മയെന്ന്
എലിസബത്തിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. മറിയം ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കും യേശുവിനെ വഹിക്കുന്നവരാകാം. യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. വചനാടിസ്ഥാന ജീവിതം നയിക്കുകയും ചെയ്യാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.